സഖാക്കളോട് പറയുന്നത്, സാമാന്യ മര്യാദക്ക് ഒരു നാടിൽ മറവിയുടെ പുതപ്പ് കൊണ്ട് ആളുകളെ പുതപ്പിക്കുകയാണ്. വഖഫ് ബില്ല് നടക്കട്ടെ, അവിടെ വെള്ളാപ്പള്ളി ആ വഴിക്ക് പോട്ടെ. മറന്നു പോകരുത് കേരളത്തിലെ ഈ കള്ള രാഷ്ട്രീയക്കാരന്, ഈ ഭരണാധികാരി. നാട് മുഴുവൻ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യുന്നവർ. കഴിഞ്ഞ 4 വർഷം മുമ്പ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയത് ഈ നാട്ടിലെ ഒരു നന്മയും ചെയ്യാനല്ല, മറിച്ച് കോവിഡ് നമ്മളിൽ ഉണ്ടാക്കിയ ഭയത്തെ മുതലെടുത്താണ്. അതിന് സമാനമാം വിധത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് RSSും സംഘപരിവാറും കേരളത്തിലെ CPMും കൈകോർക്കുന്ന അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. വെള്ളാപ്പള്ളി തനിച്ചല്ല, പിറകിൽ രാജീവ് ചന്ദ്രശേഖറുണ്ട്, കൂടെ പിണറായി വിജയനുണ്ട്, സജി ചെറിയാനെ പോലെ വൃത്തികെട്ട മന്ത്രിമാരുണ്ട്. പക്ഷെ ഒരു കാര്യം വെള്ളാപ്പള്ളിയല്ല, അതിനപ്പുറത്തുള്ള കൊമ്പത്തുള്ളവൻ വന്നാലും ഞാൻ പറയാം, വർഗീയത കാണാതെ, വർഗീയവാദികൾ പരിശ്രമിക്കാതെ, ഒന്നും അറിയാതെ താരാട്ട് തൊട്ടിലിൽ പാടി ഉറക്കിയിട്ടല്ല കേരളം ഈ കണ്ട പുരോഗതിയും സൗഹൃദവും സ്നേഹവും ഒക്കെ ഇവിടെ നിലനിർത്തി ഈ കോലത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ഈ വെള്ളാപ്പള്ളിയല്ല, അതിനേക്കാൾ വലിയ കാളകൂട വിഷമിറക്കിയാലും അതിനെ മറികടക്കാനുള്ള കരുത്തും മനസ്സും മതേതര കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ മറികടക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു CPMകാരനും സാധിക്കില്ല. വർഗീയപരമായ ഏത് മുന്നേറ്റം നിങ്ങൾ നടത്തിയാലും ഞങ്ങളുണ്ടാകും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആംഗിളിലേക്ക് ഇവിടുത്തെ ഈ സമൂഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ എത്തിക്കില്ല.